എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹ നമസ്കാരം. നമുക്കിന്ന് കോൻ കോൻ എന്ന പ്രയോഗം പഠിക്കാം. കോൻ കോൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? കോൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കോൻ കോൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പ്രയോഗിക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വരി വിട്ടിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് താഴെ താഴെ എഴുതാം, ഹിന്ദി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കോൻ കോൻ. ഓക്കെ. കോൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ? മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ കോൻ കോൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിൻ്റെ അർത്ഥം ആരെല്ലാം, കേട്ടോ. നമുക്ക് ഇതൊന്ന് പഠിക്കാം, ഇതെങ്ങനെയാണ്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ? ആരെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെ ഹിന്ദിയിലേക്ക് മാറ്റുക? ആരെല്ലാം നമ്മൾ പഠിച്ചു, ആരെല്ലാം അല്ലേ? കോൻ 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 കോൻ. ഒരു ഹൈഫൺ ഇടണം കേട്ടോ. ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് കോൻ കോൻ എഴുതുക. കോൻ കോൻ വരുന്നുണ്ട്. വരുക എന്നുള്ളത് നമ്മൾ എത്രയോ പഠിച്ചു അല്ലേ? വരിക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് എന്താണ്? ആന. അപ്പം എന്താ? വരുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയാം? കോൻ കോൻ ആരെല്ലാം. കുറേ ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ ആത്താ ഹേ എന്നുള്ളത് ആത്തേ ഹേ അല്ലേ? ആത്തേ ഹേ. ഇനി നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ എഴുതുമ്പോൾ എല്ലാവർക്കും കാണും, മറ്റ് കുറച്ച് പ്രയാസമാണ് അല്ലേ? ഇതല്ലേ എളുപ്പം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ആരെല്ലാം പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിക്കുക അല്ലേ? ആരൊക്കെയാണ് പ്രസംഗിക്കുന്നത് ഒന്ന് ചോദിക്കുക ഹിന്ദിയിൽ. എങ്ങനെയാണ് ചോദിക്കുക? നമുക്ക് ചോദിക്കാം. നിങ്ങളെന്ത് ചോദിക്കും? ഹിന്ദി പഠിച്ചു നിങ്ങളല്ലേ? അപ്പോൾ എന്തോ ചോദിക്കുക? കോൻ കോൻ. പോരട്ടെ. കോൻ കോൻ. നിങ്ങൾ, എനിക്കറിയാം നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പറയാൻ അല്ലേ? കോൻ കോൻ. പ്രസംഗിക്കുക. പ്രസംഗത്തിന് എന്താ ഹിന്ദി പറയുക? ഭാഷൺ അല്ലേ? ഭാഷൺകാരൻ. അപ്പം ഭാഷൺ. ആരാ പ്രസംഗിക്കുന്നത്? ഭാഷൺ ദേത്തേ ഹേ. എല്ലാം എന്താ? കോൻ കോൻ എന്നാണ് വരുന്നത് അല്ലേ? അപ്പം ദേത്തേ ഹേ അല്ലേ? ദേത്തേ ഹേ. അപ്പോൾ അടുത്തത് ആര് പാടുന്നു? ആര്. ഇവിടെ ചോദിക്കുന്നത് ആര് പാടുന്നു എന്നാണേ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ഇവിടെ വരിക? ആര് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കോൻ. കോൻ പാടുന്നു. പാടുക മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്താ പാടുക? ഗാന. അപ്പോൾ എന്തായി മാറുന്നു? കോൻ. ആരാ പാടുന്നു അല്ലേ? നമ്മളെല്ലാം നാടൻ ഭാഷയിൽ അങ്ങനെ പറയും, ആരാ പാടുന്നു. അപ്പോൾ ഇവിടെ കോൻ കോൻ ഒരാളേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് കോൻ കോൻ ഗാത്താ ഹേ അല്ലേ? ആര് പാടുന്നു. ഇനി ആരെല്ലാം പാടുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എളുപ്പമില്ലേ? ആരെല്ലാം പാടുന്നു ഇങ്ങനെ വരും. കോൻ കോൻ. കോൻ കോൻ പാടുന്നു. എന്താ വരിക? ആരാ എന്ന് എങ്ങനെ കുട്ടികളെ പറയാ? ആരൊക്കെ പാടുന്നു? കോൻ കോൻ. ഗാത്ത എന്നുള്ള എന്തായി മാറും കുട്ടികളെ? കോൻ കോൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഗാത്ത എന്നുള്ളത് ഗാത്തേ അല്ലേ? മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ആരെല്ലാം സ്കൂളിൽ പോകുന്നു? ഏം പറഞ്ഞോ പട്ടണേ. കോൻ കോൻ
ഉം. സ്കൂളിൽ എങ്ങനെ പറയാ? സ്കൂളിൽ നിന്ന് ആരൊക്കെയാണ് സ്കൂളിൽ പോകുന്നേ? സ്കൂൾ പോവുക, ജാന അല്ലേ? കോൻ കോൻ സ്കൂൾ ജാത്തെ ഹേ? ഉണ്ടാ ജാത്താ ഹേന്ന് ഒന്നുവാ ഇല്ല. എന്താ ഒന്നേ? കോൻ കോൻ സ്കൂൾ ജാത്തെ ഹേ? ആരൊക്കെ സ്കൂൾ പോകുന്നേ? ഇപ്പോൾ ആരെല്ലാം ആഹാരം കഴിക്കുന്നു? അതെങ്ങനെ പറയും? ഇപ്പോൾ എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് എന്താണ്? അബ് അല്ലേ? അബ്. അബ് ആരെല്ലാം എങ്ങനെ പറയാ? കോൻ 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 കോൻ. ആഹാരത്തിന് എന്താ പറയാ? ഖാന. കേട്ടിട്ടുണ്ടാ? ഖാന ആഹാരം കഴിക്കുക. കഴിക്കുന്നത് എന്താ പറയുക? ഗാത്താ ഹെ അല്ലേ? അപ്പം ആരൊക്കെയാണ്? അബ് കോൻ കോൻ ഖാന ഖാത്താ ഹെ. അപ്പോൾ ഇവിടെ എന്തില്ല? ഇവിടെ അബ്ബാണ് അല്ലേ? ഇപ്പോൾ ആരൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഖാന ഗാത്തേ ഹേ അല്ലേ? അപ്പം ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആരെല്ലാം ആഹാരം കഴിക്കുന്നു? ഗാത്തേ ഹേ അല്ലേ? കോൻ കോൻ വരുമ്പോൾ എന്തായി? ക്രിയയിൽ മാറ്റം വന്നു അല്ലേ? അപ്പം കണ്ടില്ലേ കുട്ടികളെ? ഇതൊന്നും കണ്ടിട്ടില്ല എൻ്റെ കുട്ടികൾ. അയ്യോ, ഒക്കെ കണ്ടിട്ടില്ല അല്ലേ? സോറി. മാറ്റി എഴുതേണ്ടി വരുമോ? അപ്പം നിങ്ങൾക്ക് ഞാനിത് മാറ്റി എഴുതുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെല്ലാം പാടുന്നു? കോൻ കോൻ ഗാത്തേ ഹേ. ആരൊക്കെയാണ് പാടുന്നത്? ഗാന. ഈ ഘായും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആരെല്ലാം സ്കൂളിൽ പോകുന്നു? കോൻ കോൻ സ്കൂൾ ജാത്തേ ഹേ. ഇപ്പോൾ ആരെല്ലാം ആഹാരം കഴിക്കുന്നു? ഇപ്പോൾ അബ് കോൻ കോൻ ഖാന ഗാത്തേ ഹേ അല്ലേ? ഇപ്പോൾ ആരെല്ലാമാണ് ആഹാരം കഴിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എഴുതുന്നത് കണ്ടിട്ടില്ല അല്ലേ? ഇപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുമല്ലോ അല്ലേ? ഇതുപോലെയുള്ള കോൻ കോൻ പ്രയോഗം നിങ്ങൾ കുറേ കോൻ കോൻ വെച്ചിട്ട് കുറേ വാക്യങ്ങൾ ഉണ്ടാക്കി എഴുതി പഠിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിലിട്, എഴുതിയത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ കേട്ടല്ലോ. ഇടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കാം. പിന്നെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പ്ലീസ് ഫോർ വാച്ചിങ്. താങ്ക് യു.